നടിയെ ആക്രമിച്ച കേസിൽ വിധി അടുത്ത മാസം 8-ന്. വിധി വരുന്നത് 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം. കേരളം കാത്തിരിക്കുന്ന വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസിൽ ദിലീപ് അടക്കം 10 പ്രതികൾ. അയോധ്യയിൽ ധ്വജാരോഹണം നടന്നു. പതാക സ്ഥാപിച്ചത് 191 അടി ഉയരത്തിൽ. നൂറ്റാണ്ടുകളായുള്ള മുറിവുണങ്ങിയതായി നരേന്ദ്രമോദി. ये ध्वज संकल्प है, ये ध्वज सफलता है, ये ध्वज संघर्ष से सृजन की गाथा है, ये ध्वज सदियों से चले आ रहे स्वप्नों का साकार स्वरूप है. ചടങ്ങിൽ പങ്കെടുത്ത RSS മേധാവി മോഹൻ ഭഗവതും റോഡ് ഷോ നടത്തി പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിലപാട് വ്യക്തമാക്കി MV ഗോവിന്ദൻ. വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടിയെന്നും CPM സെക്രട്ടറി. വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഡിസംബർ 3-ന്. സന്നിധാനത്ത് തിരക്ക് കൂടും. ഭയങ്കരമായിട്ട് കഠിനമാണ്. കുട്ടികളെയൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ വിഷമിച്ചു പോയി. പിന്നെ കുട്ടികളെ തള്ളി ഇട്ട് ഭയങ്കര രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടിക്ക് കോൺഗ്രസ് ഉടനില്ല. പാർട്ടി വേദികളിലേക്ക് MLA ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്ന് സണ്ണി ജോസഫ്. പരാതി വന്നാൽ രാഹുൽ ജയിലിലാകുമെന്ന് MV ഗോവിന്ദൻ. സർക്കാരിനും കോൺഗ്രസിനും രാഹുലിനെ ഭയമെന്ന് BJP. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച്. പണം ഉപയോഗിച്ചത് ആഡംബര ജീവിതത്തിനെന്ന് കുറ്റപത്രം. ജീവനക്കാരികൾ തട്ടിയത് 65 ലക്ഷം. സത്യം തെളിഞ്ഞതിൽ ആശ്വാസമെന്ന് ദിയ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി അറസ്റ്റിൽ. മലപ്പുറത്ത് BLOയുടെ അശ്ലീല പ്രദർശനം. കൊച്ചി സ്പാ തട്ടിപ്പിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക്. മലപ്പുറത്ത് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കും. ഗോഹട്ടി ടെസ്റ്റിൽ ചരിത്ര നേട്ടത്തിനരികെ ദക്ഷിണാഫ്രിക്ക. കാത്തിരിക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന ആദ്യ ടീം എന്ന നേട്ടം. ഇന്ത്യക്ക് വിജയലക്ഷ്യം 549 റൺസ്. 2 വിക്കറ്റുകൾ നഷ്ടമായി. നടിയെ ആക്രമിച്ച കേസിൽ വിധി അടുത്ത മാസം 8-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി പറയുന്നത്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8-ന് അന്തിമ വിധി പ്രസ്താവിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവം നടത്തുക. കേസിൽ 10 പ്രതികളാണുള്ളത്. ദിലീപ് 8ാം പ്രതിയാണ് കേസിൽ. ഈ 10 പ്രതികൾ ഉൾപ്പെടെ എല്ലാവരും കോടതിയിൽ ഹാജരാകണമെന്ന് തന്നെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. വിധി പ്രസ്താവം നടത്തുന്ന ദിവസം എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണം. കേസിൽ പൾസർ സുനിയാണ് കേസിൽ 1ാമത്തെ പ്രതി. കഴിഞ്ഞ 7 വർഷവും 8 മാസവും നടന്ന വിചാരണയ്ക്കൊടുവിലാണ് ഇപ്പോൾ അന്തിമ വിധി ഡിസംബർ 8-ന് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 2018 മാർച്ചിലാണ് ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ തുടങ്ങിയത്. 2017 ഫെബ്രുവരി 17-നാണ് നടി ആക്രമിക്കപ്പെടുന്നത്. 8 വർഷത്തെ നടിയുടെ പോരാട്ടം, അതിജീവിത എന്നുള്ള നിലയിലുള്ള നടിയുടെ പോരാട്ടത്തിന് വിരാമമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അന്തിമ വിധി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വിധി പ്രസ്താവമായിരിക്കും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. അതേസമയം ദിലീപിന്റെ കേസിൽ എന്ത് ശിക്ഷ ലഭിക്കും എന്ന കാത്തിരിപ്പും കേരളം ഇതുമായി ബന്ധപ്പെട്ട പൊതുസമൂഹം നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ, നിരവധി വിമർശനങ്ങൾ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഉൾപ്പെടെ വിമർശനത്തിന് ഇടയാകേണ്ടി വന്ന സാഹചര്യം, പ്രത്യേകിച്ചും നടി മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതുമായി ബന്ധപ്പെട്ട് 3 തവണ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിക്കാൻ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സഹപ്രവർത്തകർക്ക് അനുകൂലമായി കോടതി നടപടിയെടുത്തു എന്നുള്ള പരാതിയുമായി ഹൈക്കോടതിയിലെത്തിയിരുന്നു. ആ വിധിയിൽ തീരുമാനമായിട്ടില്ല, ആ ഹർജിയിൽ തീരുമാനമായിട്ടില്ല. അങ്ങനൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നിരവധി ചർച്ചകൾക്കും
നിരവധി വിമർശനങ്ങൾക്കും ഒടുവിൽ മലയാളത്തിലെ പ്രശസ്തനായിരുന്ന ജനപ്രിയ നായകനായിരുന്ന ദിലീപ് കൂടി പ്രതിയാകുന്ന ഒരു കേസ്. മാത്രമല്ല, ഒരു സ്ത്രീയെ ആദ്യമായി ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയ അങ്ങേയറ്റം നാണം കെടുത്തുന്ന തരത്തിലേക്ക് മാറിയ ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ നേരെ ഉണ്ടായിരുന്ന അതിക്രമം, ആ അതിക്രമത്തിന് എന്ത് നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിനായി കേരളം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അത്തരമൊരു പ്രതീക്ഷ കേരളത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്കയോടെയും വളരെ പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന ഒരു വിധി പ്രസ്താവമായിരിക്കും ഡിസംബർ 8-ന് സംഭവിക്കുക. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 191 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തിയത്. നൂറ്റാണ്ടുകളായുള്ള മുറിവ് ഉണങ്ങിയതായി നരേന്ദ്രമോദി പറഞ്ഞു. आज उस यज्ञ की पूर्णाहुति है जिसकी अग्नि 500 वर्ष तक प्रज्वलित रही. जो यज्ञ एक पल भी आस्था से डिगा नहीं, एक पल भी विश्वास से टूटा नहीं. आज भगवान श्री राम के गर्भगृह की अनंत ऊर्जा, श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है. ധ്വജാരോഹണ ചടങ്ങിന് ശേഷം അയോധ്യയിലെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയിട്ട് അല്പസമയമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഭക്തജനങ്ങൾ വീണ്ടും അയോധ്യയിലേക്ക് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാം. ഇന്ന് ഇപ്പോൾ കുറെ സമയത്തേക്ക് രാവിലെ ഇന്ന് ദിവസം മുഴുവൻ 2 മണി വരെ വലിയ റെസ്ട്രിക്ഷൻ ആയിരുന്നു, വലിയ നിയന്ത്രണമായിരുന്നു. ഈ ഞാൻ നിൽക്കുന്ന രാംപഥിൽ കൂടെ പോലും ഈ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ തീർത്ഥാടകരെ കയറ്റിവിടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശീയ ആളുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. വിവിഐപി പാസ് ഉള്ളവർക്ക് മാത്രമായിരുന്നു പ്രവേശനം ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള 7000 പേർക്ക് മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് പ്രവേശനം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 3 മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ചിലവഴിച്ചു എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം 10 മണിക്കാണ് പ്രധാനമന്ത്രി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള കോളേജിൽ, സാക്കേറ്റ് കോളേജിൽ എത്തുകയും അവിടെ നിന്ന് റോഡ് മാർഗം ഈ അയോധ്യയിലേക്ക് എത്തുകയും ചെയ്തത്. വലിയ തോതിലുള്ള റോഡ് ഷോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇരുവശത്തും ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മോദി നീങ്ങിയത്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളത്. 3 നിലകളായുള്ള 191 അടിയുള്ള ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം നടത്തിയിരിക്കുന്നു. 5 വർഷം കൊണ്ട് 2020 തറക്കല്ലിട്ട ക്ഷേത്രം, അതിനുശേഷം 2024 ഇതുമായി ബന്ധപ്പെട്ട പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നു. വീണ്ടും 1 മാസവും 1 വർഷവും 9 മാസവും പിന്നിടുമ്പോൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നു. 77 ഏക്കറിലായി ഭൂമിയുള്ള ഈ ക്ഷേത്രം, അതിൽ 2.5 ഏക്കർ സ്ഥലത്താണ് വിശാലമായി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഉള്ളത്. ഭാരതത്തിന്റെ എല്ലാ തരത്തിലുള്ള വാസ്തുശില്പ കലകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സൗധമായി ഇതിനെ മാറ്റാനായി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി 10 മണിയായപ്പോൾ ഇവിടെ എത്തി. അതിനുശേഷം റോഡ് ഷോ ആയി 11 മണിയോടുകൂടി ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രവേശിച്ചു. പിന്നീട് അദ്ദേഹം വിവിധ ഉപക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി എന്നുള്ളതാണ്. ഉപക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തുകയും അവിടെ പൂജകൾ നടത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും മറ്റും ചെയ്തു അദ്ദേഹത്തോടൊപ്പം ഈ ചടങ്ങുകൾ എല്ലാം RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവതും പങ്കെടുത്തിരുന്നു. അതിനുശേഷം 500 വർഷത്തെ ദൃഢനിശ്ചയത്തിനുള്ള പ്രതിഫലനമാണ് ഈ ഉയർന്നു പൊങ്ങുന്ന ധ്വജം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത് ശ്രദ്ധേയമായി. അതിനുശേഷം RSSന്റെ അധ്യക്ഷൻ
മോഹൻ ഭാഗവതും സംസാരിച്ചു. അദ്ദേഹം ഭാരതം അനുഭവിച്ച വേദനകളുടെ പ്രതിഫലനമാണ് എന്ന് പറഞ്ഞു. ഇവിടെ മരിച്ചു വീണ കർഷകരെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ കർഷകരുമായി ബന്ധപ്പെട്ട് അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ ധ്വജം പറന്നുയർന്നത് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെച്ചു. അങ്ങനെ RSS മോഹൻ ഭാഗവതും സർവ്വസംഘചാലക് മോഹൻ ഭാഗവതും ഒപ്പം നരേന്ദ്രമോദിയും ഒരുമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. ഒരു പൊതുവേദിയിൽ ഒരുപക്ഷെ അവർ ഒരുമിച്ച് വേദി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി ഇത് മാറുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളിലൂടെ 101 ആചാര്യന്മാർ പങ്കെടുത്ത വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളിലൂടെയാണ് ഈ ചടങ്ങ് പൂർത്തിയായത്. അതിനുശേഷം നിയന്ത്രണങ്ങൾ മാറ്റി 2:30-3 മണിയോടുകൂടി ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മുതൽ വലിയ തീർത്ഥാടക പ്രവാഹം ഇങ്ങോട്ടുണ്ട്. നമുക്കറിയാം അയോധ്യയുടെ മുഖച്ഛായ മാറിയ പശ്ചാത്തലം. UP-യിൽ വലിയ മാറ്റങ്ങൾ അയോധ്യ കൊണ്ടുവരുന്നു. UP-യുടെ സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വേദിയാകുന്ന അയോധ്യ സംഭവിക്കുന്നു. ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായി അയോധ്യ മാറുകയാണ്. ലോകം മുഴുവനുള്ള അനവധി രാമഭക്തന്മാരുടെ ഒരു കേന്ദ്രമായി കൂടി അയോധ്യ ഇപ്പോൾ കാണുന്നുണ്ട്. പ്രശാന്ത് മംഗളശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്ന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകും. യോഗത്തിൽ N വാസുവിനെയും പത്മകുമാറിനെയും ഉന്നമിട്ടായിരുന്നു MV ഗോവിന്ദന്റെ വിമർശനങ്ങൾ. ശശിനാരായണൻ രാവിലെ 10 മണിയോടുകൂടിയാണ് CPM ജില്ലാ കമ്മിറ്റി യോഗം പത്തനംതിട്ടയിൽ നടന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു കമ്മിറ്റിയാണ് നടന്നത്. ഇന്നത്തെ കമ്മിറ്റിയിൽ പ്രധാനമായും പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം നടക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റി നിലയ്ക്ക് വലിയ പ്രാധാന്യം കൂടി ഇന്നത്തെ കമ്മിറ്റിക്കുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കമ്മിറ്റി കൂടിയെന്നാണ് ജില്ലാ സെക്രട്ടറിയും ഒപ്പം സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയത്. അതിലുപരി പത്മകുമാറിൻ്റെ വിഷയം ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം, അതായത് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഏൽപ്പിച്ച കാര്യത്തിൽ വാസുവും ഒപ്പം പത്മകുമാറും വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഒരു പരോക്ഷ വിമർശനം കൂടി സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കമ്മിറ്റിയിലാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിച്ചത്. അത്തരം കടുത്തൊരു വീഴ്ച ഈ പത്മകുമാറിനുണ്ടായി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഈ പത്മകുമാറിനെയും ഒപ്പം വാസുവിനെ ഉന്നം വെച്ച് കമ്മിറ്റിയിൽ സംസാരിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ നിലവിലത്തെ അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ടുകൾ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഒരു നടപടി ഉണ്ടാവാനാണ് സാധ്യത. അതായത് അത് സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം പാർട്ടിയിൽ ആരെങ്കിലും ഈ അയ്യപ്പൻ്റെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ആൾക്കാർക്ക് ബന്ധപ്പെട്ടവർക്കുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും ഒരു സൂചനയുണ്ട്. അത്തരം ആരെങ്കിലും അതിൽ പ്രതിയായി വരികയോ അത്തരത്തിൽ എന്തെങ്കിലും ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി, അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കാനാണ് സാധ്യത. നിലവിലത്തെ സാഹചര്യത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്മിറ്റി കൂടിയതെന്ന് പറയുന്നതെങ്കിലും നിലവിൽ ഈ പത്മകുമാറിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ഒരു വിഭാഗം നേതാക്കളും തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ളൊരു ചർച്ചയും കാര്യങ്ങളും ഇന്നത്തെ ജില്ലാ കമ്മിറ്റി നടന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം പത്മകുമാറിനെതിരെ വലിയ നടപടി ഉണ്ടാകാനാണ് സാധ്യത. അത് നേരത്തെ ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ കുറ്റകൃത്യത്തിൽ പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ പാർട്ടി കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി അക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും, അതായത് ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ള ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. അത് തെളിവുകൾ പുറത്തു വരുന്ന മുറയ്ക്ക് ഒപ്പം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിന് പാർട്ടി നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം സൂചന നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഡിസംബർ 3 ജാമ്യാപേക്ഷയിൽ വിധി പറയും. N വാസു വിരമിച്ചതിന് ശേഷമാണ് കട്ടിളപ്പാടുകൾ ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് കൈമാറിയതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ബോർഡിന്റെ ഉത്തരവിറങ്ങിയപ്പോഴും വാസു ചുമതലയിലുണ്ടായിരുന്നില്ല. നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ N വാസു വിരമിച്ചു. എന്നാൽ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ 29-ന് വിധി പറയും. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയിൽ SIT അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് K മുരളീധരൻ. A പത്മകുമാറിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല. കടകംപള്ളിയിലേക്കും വാസവനിലേക്കും അന്വേഷണം എത്താതിരിക്കാനാണ് ശ്രമം. ആവശ്യമെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്നും മുരളീധരൻ. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും K ജയകുമാർ പറഞ്ഞു.
ശബരിമലയിൽ തിരക്ക് കൂടുന്നു. 1,18,886 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനം നടത്തിയത്. മണ്ഡലകാലം തുടങ്ങി 9 ദിവസത്തിനുള്ളിൽ 7.5 ലക്ഷം തീർത്ഥാടകർ അയ്യനെ കണ്ട് മടങ്ങി. തിരക്ക് കണക്കിലെടുത്ത് ഇന്ന് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം അനുവദിക്കുന്നവരുടെ എണ്ണം 5000 ആക്കി കുറച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികൾ ഉടനുണ്ടാകില്ല എന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം. പോലീസ് കേസെടുക്കുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ തുടർ നടപടികൾ മതിയെന്നാണ് നേതൃതലത്തിലെ ധാരണ. രാഹുലിനെ കോൺഗ്രസും സർക്കാരും ഭയപ്പെടുകയാണെന്ന് BJP ആരോപിച്ചു. ഇരയായ പെൺകുട്ടിയുടെ പരാതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോഴും ഉടൻ നടപടി ഇനി വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ തന്നെ നടപടിയെടുത്ത കാര്യമാണ്. പുതിയ തെളിവുകൾ വരുന്നതുകൊണ്ട് മാത്രം കൂടുതൽ നടപടിയെടുക്കാൻ കഴിയില്ല. സർക്കാർ ഇനി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന ഒരു അഭിപ്രായം കൂടി കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ, പോലീസ്, അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ കേസെടുക്കുകയോ അറസ്റ്റിലേക്കൊക്കെ പോയാൽ അപ്പോൾ കൂടുതൽ നടപടി, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെ നടപടിയിലേക്ക് പോയാൽ മതി എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഒരു കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാനാകുമോ എന്ന ന്യായവാദമാണ് ഇതിനായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട് എന്താ? ഞാൻ ഒറ്റ ചോദ്യത്തിൽ എൻ്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റും. അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ, ഒറ്റ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പരിപാടികളിലും അതുപോലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും ഇറങ്ങുന്നതിന് എതിർപ്പുള്ളവരും കോൺഗ്രസിലുണ്ട്. അത് വേണ്ടെന്ന് രാഹുലിനെ അറിയിക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതായി ലഭിക്കുന്ന സൂചന. അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി പൊതുവേദികളിൽ, കോൺഗ്രസ് വേദികളിൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല എന്ന് കരുതുന്നവരും കോൺഗ്രസിലേറെയാണ്. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്നാൽ രാഹുലിനെതിരെ കടുത്ത നടപടി തന്നെ കോൺഗ്രസ് എടുക്കണം. രാഹുലിനെ കോൺഗ്രസ് ഭയപ്പെടുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാഹുലിനെ ഭയപ്പെടുന്നു എന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ചോദ്യമാണ് BJP നേതൃത്വം ഉന്നയിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമെന്ന് തോന്നിയാൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേസെടുക്കാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആവർത്തിച്ച് അവരുടെ ഫോൺ സംഭാഷണവും ചാറ്റിങ്ങും പുറത്തുവിട്ടിട്ടും ഇതുവരെ സുവമോട്ടോ കേസെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് കേരള സമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയായ പെൺകുട്ടി പരാതി നൽകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട പെൺകുട്ടി പരാതി നൽകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെയും ഇത്തരത്തിൽ പെൺകുട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ച മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചതായി സ്ഥിരീകരിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പരാതി കിട്ടിയാൽ അതിവേഗം തുടർ നടപടികളിൽ കടക്കാനാണ് പോലീസിന്റെയും സർക്കാരിന്റെയും തീരുമാനം. പാർട്ടി വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണല്ലോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരെന്ന് K മുരളീധരൻ. സർക്കാർ നടപടിയെടുത്താൽ പാർട്ടി നടപടി ഉണ്ടാകും. UDFന്റെ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല. വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാതെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാതിയുമായി വന്നാൽ രാഹുൽ ജയിലിലാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എത്യോപ്യയിലെ ഹൈലി ഗബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഇന്ത്യയിലെത്തിയ പുകപടലങ്ങൾ ചൈനയിലേക്ക് നീങ്ങുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു.
25,000 മുതൽ 40,000 അടി മുകളിലായാണ് ഈ പുക നിലനിൽക്കുന്നത്. അതിനാൽ ഡൽഹിയിലെ മലിനീകരണത്തിലെ ഇത് ബാധിക്കാൻ സാധ്യത കുറവാണ്. ഞായറാഴ്ചയാണ് ഹെയ്ലിഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. തുടർന്ന് ഉയർന്ന പുക വിമാനങ്ങളുടെ പാതയ്ക്ക് ഭീഷണിയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 2 സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പിടി. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. ശനിയാഴ്ചയുണ്ടായ ദുരനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പെൺകുട്ടി അതിക്രമത്തിന് ശേഷം പ്രതിയെ പിന്തുടർന്ന വീഡിയോയും പങ്കുവച്ചു. കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂരിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കയറാനെത്തിയ പെൺകുട്ടിയോടാണ് അപമര്യാദയായി ഇയാൾ ഈ തിരുവനന്തപുരം സ്വദേശിയായപ്പോൾ അറസ്റ്റായിട്ടുള്ള സജീവ പെരുമാറുന്നത്. പെൺകുട്ടി ട്രെയിനിലേക്ക് കയറുമ്പോൾ പിറകിലൂടെ വന്ന് അവരുടെ ദേഹത്തെ സ്പർശിക്കുകയായിരുന്നു. അപമര്യാദയായ രീതിയിൽ തന്നെ ദേഹത്ത് കടന്നു പിടിച്ച ഇയാളെ സജീവിനെ ഈ പെൺകുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് അവരെ മുഖത്തേക്ക് നിർത്തുകയും തുടർന്ന് ഇയാൾ കൈ കുതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടി തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഇത് ചിത്രീകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ ശബ്ദത്തിൽ ഇയാൾക്ക് നേരെ കയർത്ത ഈ പെൺകുട്ടിയുടെ കൈ കുതറി മാറ്റിക്കൊണ്ട് അയാൾ ഓടി രക്ഷപ്പെടുന്നതാണ് പിന്നീട് കാണുന്നത്. ഏതായാലും ഈ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ അത് വ്യക്തമാക്കുകയും ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പമായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാലി അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു ആളെന്റെ മാല പൊട്ടിച്ചതല്ല, ആളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഈ പെൺകുട്ടി അവിടെ കൂടിയ യാത്രക്കാരുമെല്ലാം അവിടേക്ക് എത്തുകയും ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവർ നിർദ്ദേശിച്ചതനുസരിച്ച് റെയിൽവേ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനുശേഷം റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയെ തുടർന്ന് നടത്തിയ തെരച്ചിലിലുമാണ് ഇയാൾ പിടിയിലാകുന്നത്. സംഭവം ആദ്യം നിഷേധിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത്. പക്ഷേ തെളിവുകളടക്കം ഈ പെൺകുട്ടി നിരത്തിയപ്പോൾ മറ്റ് വഴികളില്ലാതെ വരുന്ന ഒടുവിൽ കുടുംബത്തെ മാനിക്കണമെന്നതെല്ലാം തന്നെ പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ പൊതുനിരത്തിൽ വെച്ച് പൊതുമധ്യത്തിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുക, കടന്നു പിടിക്കാൻ ശ്രമിക്കുക, അതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കർശനമായ നിയമ നടപടികളടക്കം നേരിടേണ്ടതാണ്. അതുകൊണ്ട് താൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് പെൺകുട്ടി അറിയിച്ചിരിക്കുന്നത്. കാരണം താൻ ഇത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൂടി അത് ഇങ്ങനെ ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്നവർക്ക് കൂടി അത് പ്രചോദനമാകണം, വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി മുന്നോട്ട് വരാൻ തയ്യാറാകണമെന്നാണ് അവർ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ച ആ പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും ഇയാളെ ഈ തിരുവനന്തപുരം സ്വദേശിയെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മലപ്പുറം തിരൂരിൽ SIR എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഉടുമുണ്ട് പൊക്കിക്കാട്ടി BLO. മലപ്പുറം തൃപ്പങ്ങോട്ട് പഞ്ചായത്തിലെ 38 നമ്പർ ബൂത്തിലെ BLOയാണ് നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായത്. BLO വാസുദേവനെ ചുമതലയിൽ നിന്ന് നീക്കി. SIR എന്യൂമറേഷൻ ഫോം കളക്ഷൻ ക്യാമ്പിലാണ് സംഭവം. തിരൂർ തൃപ്പങ്ങോട് പഞ്ചായത്തിലെ 38 നമ്പർ ബൂത്തിലെ BLO വാസുദേവനാണ് ഉടുമുണ്ട് അഴിച്ചുകാട്ടിയത്. പ്രായമുള്ളവരെ അടക്കം വെയിലത്ത് വരിയിൽ നിർത്തുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. ഫോം വിതരണത്തിനിടെ നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായാണ് ഇയാൾ ഉടുമുണ്ട് അഴിച്ചുകാട്ടിയത്. ഈ സമയം നിരവധി പേർ ഇവിടെയുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ BLOയ്ക്കെതിരെ ജില്ലാ കളക്ടർ നടപടിയെടുത്തു. വാസുദേവനെ BLO ചുമതലയിൽ നിന്നും മാറ്റി. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പകരം ചുമതല മറ്റൊരാൾക്ക് നൽകി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതെന്നായിരുന്നു വാസുദേവന്റെ വിശദീകരണം. ന്യൂസ് 18 തിരൂർ.
ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കി. ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് കേസിലെ പ്രതികൾ. ദിയ അറിയാതെ പ്രതികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് 65 ലക്ഷത്തോളം രൂപ മാറ്റിയതായും പിന്നീട് ഈ തുക പങ്കിട്ടെടുത്തതായും കുറ്റപത്രത്തിൽ പറയുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാരികളായ ദിവ്യ, രാധാകുമാരി, വിനീതയുടെ ഭർത്താവ് ആദർശ് എന്നിവരാണ് പ്രതികൾ. എറണാകുളത്ത് സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസറിൽ നിന്ന് പണം തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക്. അറസ്റ്റിലായ സ്പാ ജീവനക്കാരി രമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കേസിൽ പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബൈജു ഒളിവിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. പൂക്കോട്ടൂർ സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ജുനൈദ് മഞ്ചേരി പോലീസിൽ കീഴടങ്ങി. സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണ് തർക്കത്തിന് കാരണമെന്നാണ്. തൃശൂർ വരാക്കര പുളിഞ്ചോട് അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകൻ അറസ്റ്റിൽ. പുളിഞ്ചോട് സ്വദേശി ബിനേഷിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിക്കേറ്റ ഗോപാലൻ ചികിത്സയിലാണ്. മദ്യപിച്ചെത്തിയ ബിനേഷ് അച്ഛനുമായി തർക്കത്തിൽ ഏർപ്പെടുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് വീടിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ സമ്മർദ്ദത്തിലായ നിർമ്മാണ തൊഴിലാളി ആത്മഹത്യ ചെയ്ത നിലയിൽ. നെയ്യാറ്റിൻകര പഞ്ചാക്കുഴി സ്വദേശി ബൈജുവാണ് ജീവനൊടുക്കിയത്. വീട് നന്നാക്കാൻ 3 ലക്ഷം രൂപ നെയ്യാറ്റിൻകര അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ഇപ്പോഴത് പലിശയടക്കം 8 ലക്ഷം രൂപയായി. ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് വന്നു. കിടപ്പ് രോഗിയായ പിതാവിന് മരുന്ന് വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബാങ്കിന്റെ നിർദ്ദേശം വന്നത്. ഇതോടെ ബൈജു വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ജനുവരി 18 മുതൽ തിരുനാവായിൽ നടക്കുന്ന കുംഭമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി ആദ്യ അവലോകന യോഗം. മഹാമണ്ഡലേശ്വരി യോഗി, ആനന്ദവനം, വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യർ, സാമൂതിരി, ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലാണ് തിരുനാവായയിൽ മാഘമകം മഹോത്സവം നടത്താനൊരുങ്ങുന്നത്. കന്യാകുമാരി, കൊടുങ്ങല്ലൂർ, പാലക്കാട്, മൂകാംബിക തുടങ്ങി 4 അംബിക ക്ഷേത്രങ്ങളിൽ നിന്ന് തെളിച്ച ദീപവുമായി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് രഥയാത്ര തുടങ്ങുക. ജനുവരി 18-നാണ് തിരുനാവായയിൽ മാഘമക ചടങ്ങുകൾ. ഗംഗാ ആരതിക്ക് സമമായ നദീപൂജകൾ, യാഗങ്ങൾ, സത്സംഗം തുടങ്ങിയ ചടങ്ങുകൾ ഈ ദിവസങ്ങളിൽ നടക്കും. ഫെബ്രുവരി 3-നാണ് സമാപനം. കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കേരളത്തിന്റെ സനാതന സംസ്കൃതിയിൽ അദ്വിതീയമായ സ്ഥാനമുണ്ടായിരുന്ന മഹാമാഘ മഹോത്സവം ഇടക്കാലത്ത് വെച്ച് വളരെയേറെ തെറ്റിദ്ധരിപ്പിലുകൾക്കും ഒക്കെ വിധേയമായി അത് നിന്നുപോയ ഒന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് അതിനെ ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിലെ മണൽത്തിട്ടയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കും. നവാമുകുന്ദ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തീരത്തും മണൽത്തിട്ടയിലുമായിരിക്കും ചടങ്ങുകൾ. ഇന്നത്തെ മഹാമാഘത്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഇന്ന് സംഘാടക സമിതി രൂപീകരണമായിരുന്നു. നിറഞ്ഞ തുളുമ്പുന്ന ഒരു സദസ്സായിരുന്നു. ഇവിടെ ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാ ജില്ലകളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ ഒരു സംഘാടക സമിതിയിൽ ഉൾപ്പെടാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു. ഏതായാലും ഈ വർഷത്തെ മാഘമേള കുംഭമേളയ്ക്ക് തുല്യമായി തന്നെ ഞങ്ങൾ ശക്തിയോടുകൂടി നടത്തുമെന്ന് അല്ലെങ്കിൽ നടത്താൻ സാധിക്കുമെന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിശ്വസിക്കുകയാണ്. ജനുവരി 18 മുതൽ നടക്കുന്ന മഹാസംഗമത്തിലേക്ക് സന്യാസിമാരും ആധ്യാത്മിക സംഘടനാ പ്രതിനിധികളും എത്തും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടാകും. ഇവിടെ എത്തുന്നവർക്ക് തിരുനാവായിലും പരിസര പ്രദേശങ്ങളിലുമാകും താമസ സൗകര്യം. ന്യൂസ് 18 തിരൂർ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,630, പവന് 77,040 രൂപയും. വെള്ളി ഗ്രാമിന് 168 രൂപ, കിലോയ്ക്ക് 1,68,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. നാട്ടിലോട്ട് കാണാം. KP അഭിലാഷ്.